കെ.പി.സി.സി സമരാജ്ഞയുടെ ജനകീയ ചർച്ച സദസ്സിൽ കോൺഗ്രസ് നേതൃത്വത്തെ വിമർശിച്ച് സാഹിത്യകാരൻ യു.കെ. കുമാരൻ. കോൺഗ്രസിന്റെ സാംസ്കാരിക സംവിധാനങ്ങളും CUCയും നിർത്തലാക്കുന്നത് പാർട്ടിക്ക് സംഭവിക്കുന്ന അപകടകരമായ മൂലച്യുതിയാണ്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് കാര്യമില്ല. എത്ര അനുകൂല സാഹചര്യം ഉണ്ടായാലും അത് കോൺഗ്രസിന് ഗുണകരമായി പ്രയോജനപ്പെടുത്താനാവുന്നില്ലെന്നും യു.കെ. കുമാരൻ വിമർശിച്ചു. കോൺഗ്രസ്സുകാരിൽ ധാരാളം കലാകാരന്മാരുണ്ട്. ഇത്തരം കലാകാരന്മാരെ ഏകോപിപ്പിക്കേണ്ട ഉത്തരവാദിത്വം കോൺഗ്രസ് നേതാക്കന്മാർ കോൺഗ്രസ് പ്രസ്ഥാനത്തുണ്ട്. അപ്പോൾ ഈ രീതിയിൽ സംഘടനയെ ചലിപ്പിക്കുവാൻ എല്ലാ തരത്തിലുള്ള പ്രവർത്തനം ഉണ്ടായാൽ മാത്രമേ, അതല്ലാതെ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ നമ്മളൊക്കെ തന്നെ ഒന്ന് മേഖലയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. അപ്പോൾ ഈ രീതിയിലാണ് കോൺഗ്രസിൻ്റെ പ്രവർത്തനം പോകുന്നതെങ്കിൽ എന്തുമാത്രം അനുകൂലമായ സാഹചര്യം ഉണ്ടായാൽ പോലും അതെത്രത്തോളം പ്രയോജനപ്പെടുത്താൻ കോൺഗ്രസിന് കഴിയും എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ വിശ്വാസം തോന്നുന്നില്ല. കോഴിക്കോട് കോംട്രസ്റ്റ് ഗ്രൗണ്ടിലായിരുന്നു സമരാജ്ഞിയുടെ ഭാഗമായുള്ള ജനകീയ ചർച്ചാ സദസ്സ് സംഘടിപ്പിച്ചത്. ഈ സദസ്സിലാണ് കെ.പി.സി.സി അധ്യക്ഷൻ കെ. സുധാകരൻ അടക്കമുള്ളവരെ സാക്ഷി നിർത്തി സാഹിത്യകാരൻ യു.കെ. കുമാരൻ കോൺഗ്രസിന്റെ അപജയത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞത്. കോൺഗ്രസിന് കീഴിൽ മികച്ച രീതിയിൽ സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിച്ചിരുന്ന സംസ്കാര സാഹിതിയുടെ പ്രവർത്തനം അടുത്ത കാലത്തായി അവസാനിപ്പിച്ചത് തന്നെ ഏറെ വേദനിപ്പിച്ച കാര്യമാണ്. സാംസ്കാരിക പ്രവർത്തനങ്ങളെ മുളയിലെ നുള്ളിക്കളയുന്ന പ്രവണത ഒരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെടരുത്. കോൺഗ്രസുകാരിൽ ധാരാളം കലാകാരന്മാരുണ്ട്. അവരെ ഏകോപിപ്പിക്കേണ്ട ഉത്തരവാദിത്തം നേതൃത്വത്തിനുണ്ട്. കോൺഗ്രസിന് അടിത്തട്ടിൽ ഊർജം പകർന്ന സംവിധാനമായിരുന്നു CUC. അത് പെട്ടെന്ന് ഇല്ലാതാക്കിയത് തന്നെ അത്ഭുതപ്പെടുത്തി. ഏതെങ്കിലും ഒരു നേതാവിന് നീരസം തോന്നിയിട്ടാണോ അതെല്ലാം ഇല്ലാതായതെന്നും യു.കെ. കുമാരൻ ചോദിച്ചു. ഇപ്പോൾ ഒരിടത്തും CUCയുടെ പ്രവർത്തനവുമില്ല, കോൺഗ്രസിൻ്റെ ആ രീതിയിലുള്ള പ്രവർത്തനം ഇല്ലാതാവുകയും ചെയ്തു. ഇത് യഥാർത്ഥത്തിൽ കോൺഗ്രസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു അപകടകരമായ അപച്യുതിയാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കോൺഗ്രസിന്റെ സാംസ്കാരികപരമായ ഇടപെടലുകളും വായനയ്ക്ക് ഒരു കാലത്ത് നൽകിയിരുന്ന പ്രാധാന്യവും എല്ലാം ചൂണ്ടിക്കാട്ടിയായിരുന്നു യു.കെ. കുമാരൻ ജനകീയ ചർച്ചാ സദസ്സിലെ ആദ്യ പരാതിക്കാരനായി എത്തിയത്. അതേസമയം യു.കെ. കുമാരന്റെ പരാതിക്കും വിമർശനങ്ങൾക്കും മറുപടി പറയാൻ കെ.പി.സി.സി പ്രസിഡന്റ് കെ. സുധാകരൻ അടക്കമുള്ള നേതാക്കൾ തയ്യാറായില്ല എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.